പൊന്നുമോളെ, ഇങ്ങനെ തന്നെ നീ ധൈര്യമായി മുന്നോട്ട് പോകണം. ഒരുപാട് പേര് നിന്റെ പുറകിലുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ നിനക്കൊപ്പം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ബോധ്യമായ കാര്യമല്ലേ. അതുകൊണ്ട് മഞ്ജു പിള്ളയ്ക്ക് ഒന്നല്ലേ ഉള്ളൂ, എന്തിന് 100 എണ്ണം, ഒരെണ്ണം മതി. നല്ല സൂപ്പർ ആയിട്ടുണ്ട് ആ ഫോട്ടോഷൂട്ട്. ഇനിയും ഇതുപോലെയുള്ളതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലർ എന്റെ അഗേൻസ്റ്റ് ആണ്. കംപ്ലീറ്റ്ലി ഫൈൻ ടു ഹാവ് ദെയർ ഒപ്പീനിയൻ, ബട്ട് സർട്ടൻ തിങ്സ് ആൻഡ് വേസ് ആർ നോട്ട് അക്സെപ്റ്റഡ്. ഒരു കൊച്ചുഞ്ഞ വോയിസ് മെസ്സേജ് അയച്ചു, അത് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു. ചേച്ചി ഇനിയും പോസ്റ്റ് ചെയ്യണം കേട്ടോ. ചേച്ചി കാരണം ഞാൻ മേക്കപ്പ് ചെയ്യാൻ പഠിച്ചു. ചേച്ചി എനിക്ക് ഇനിയും മേക്കപ്പ് പഠിപ്പിച്ചാൽ. അപ്പൊ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ദയ സുജിത്തിന്റെ വിഷയം തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു വിഷയം ഇങ്ങനെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കടന്ന് വിവാദം തന്നെയാണ്. അപ്പൊ എന്താണെന്ന് പറഞ്ഞാല് ദയ സുജിത്ത് ഒരു കുഞ്ഞ് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്ന കാര്യം എന്നെ പറഞ്ഞതിൽ എനിക്ക് വിഷമമില്ല, എൻ്റെ അമ്മയൊക്കെ പറഞ്ഞതിലാണ് ഭയങ്കരമായിട്ട് വിഷമം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷബീനത്തെ പറഞ്ഞത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു വാക്കുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് ഇവരെ ഈ ഒരു ഡ്രസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാനും സപ്പോർട്ട് ചെയ്യത്തില്ല. ആ ഒരു ഡ്രസ്സിന് ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയില്ല, സപ്പോർട്ട് ചെയ്യുകയില്ല. അത് എൻ്റെ ഒരു ഇതാണ്. കാരണം ഞാൻ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ്. അതിൽ മിക്കവരുടെ വസ്ത്രധാരണം മോശമാണെന്ന് കണ്ടാൽ ഞാൻ തീർച്ചയായിട്ടും അത് പുറത്തേക്ക് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പൊതുവെ ഈ ഒരു ഡ്രസ്സിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അത് ഇനിയിപ്പം മോഡലായിട്ടെ അല്ലാത്തതാവട്ടെ, അത് പുറത്തേക്ക് വിട്ടിട്ടുണ്ടോ, അത് പുറത്തേക്ക് വിട്ടത് ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഈ ഒരു സമയമാണ്. പല സൈറ്റുകളിലാണ് ഓരോ ഫോട്ടോസുകൾ കിട്ടുന്നത്. അത് ഈ ഒരു പബ്ലിക്കിലിടുന്ന ഫോട്ടോസുകൾ എടുത്തുകൊണ്ട് പോകുന്നത്. നടക്കുന്ന സ്ത്രീകളുണ്ട്, പല രീതിയിൽ വൃത്തികേടായിട്ട് നടക്കുന്ന സ്ത്രീകൾ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അമ്മച്ചിമാർ വരെ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഈ ഒരു പെൺകുട്ടി പറഞ്ഞത് എന്നെ പറഞ്ഞതിൽ വിഷമമില്ല എന്നാണ്. ശരിയാണ്, ഷബീനത്തെ ഉപയോഗിച്ച വാക്കുകൾ അത്രയും മോശമായിട്ടാണ്. ഞാൻ അതിനെ ഒരിക്കലും ന്യായീകരിക്കത്തില്ല. നമുക്ക് ഒരാളെ വിമർശിക്കാം, അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഇതല്ല, നമുക്ക് സോൾവ് ചെയ്യാൻ. ഇത് മോളെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്ന മോശമല്ലേ, ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാൽ അത് സമൂഹത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അത് ഇനി അത് നമ്മുടെ ഫോട്ടോസ് എടുത്തത് അവസാനം മോർഫ് ചെയ്തെന്ന പിന്നെ പല രീതികളിൽ വൃത്തിയായിട്ട രീതിയിൽ പോവും. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണം. പക്ഷേ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരാണ് ദയ സുജിത്തിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത്. അത് ഈ ഒരു ഡ്രസ്സിന്റെ പേരിൽ കേട്ടോ. ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് ഷബീനത്തെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിട്ട് ഭയങ്കര വെമ്പൽ കൊള്ളുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവര് പല കാര്യങ്ങളും പറയുന്നത് കൊണ്ടും അവരെ തെറുത്താത്ത എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ച് പറയുന്നത് കൊണ്ടും ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെറിയ കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ഈ ഒരു സബ്ജക്റ്റ് വന്നു വീണത്. അപ്പം ഞാൻ ഒരിക്കലും ഈ ഒരു വസ്ത്രധാരണത്തിനോട് ഞാൻ യോജിക്കത്തില്ല, ഞാനത് ന്യായീകരിക്കത്തില്ല. പക്ഷേ അവർ പറഞ്ഞ വാക്കുകളോട് ഞാൻ യോജിക്കത്തില്ല, അത് വേറൊരു കാര്യമാണ്. അത് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. അത് മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ തന്നെയാണ്. അത് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞാൻ തീർത്തും പറയാണ്. പക്ഷേ ഈ ഒരു സമയം കാത്തിരുന്ന് പെട്ടെന്ന് കിട്ടിയത് കുറച്ച് ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ തെറിത്താത്ത എന്ന് പറഞ്ഞിട്ട് അത് ഈ ഒരു ഷബീനത്തെ പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോടാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, വസ്ത്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ്, ഈ ഒരു വസ്ത്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട്. അല്ലാണ്ട് ഷബീനത്തെ പറഞ്ഞ ആ ഒരു പ്രതികരണത്തോടല്ല, ഈ ഇരിക്കുന്ന വസ്ത്രത്തിനെ കുറിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വസ്ത്രം ഇട്ട് നടക്കാൻ നിങ്ങൾ സമ്മതിക്കോ ഇല്ലേ? സമ്മതിക്കത്തില്ല. പുറത്തേക്ക് ഇട്ട് നടക്കാൻ സമ്മതിക്കോ? പോട്ടെ, നിങ്ങളുടെ മക്കളെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതുപോലൊരു പോസ്റ്റ് വന്നിട്ട് അവസാനം നാട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ മോശം പറയുന്നത് കേൾക്കാൻ നിങ്ങൾ താല്പര്യപ്പെടും? ആ വാക്കുകൾ അമിതമായിട്ട് കടന്നുപോയി, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ദയ സുജിത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് നമുക്ക് ആദ്യം ജസ്റ്റ് കേട്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കുറച്ച് വാക്കുകളും കൂടി എനിക്ക് കേൾപ്പിക്കണമെന്നുണ്ട്. അപ്പൊ അത് ഞാൻ കുറെ നേരം നോക്കിയിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ കൂടി ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യും. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ദയ സുജിത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കേട്ടിട്ട് വരാം. ആണുങ്ങള് കണ്ടതിൽ വെച്ച് ഒരാൾ വന്നിട്ട് എനിക്ക് കോമഡിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആണുങ്ങൾ വന്നിട്ട് ചിലർക്ക് ഇവരുടെ ഫോറാണ്, ചിലർ എൻ്റെ അഗേൻസ്റ്റ് ആണ്. കംപ്ലീറ്റ്ലി ഫൈൻ ടു ഹാവ് ദെയർ ഒപ്പീനിയൻ, ബട്ട് സർട്ടൻ തിങ്സ് ആൻഡ് വേസ് ആർ നോട്ട് അക്സെപ്റ്റഡ്.
not accepted, darling. So the best part is that the love I'm getting from people. കുറേ പേര് ഇത് കണ്ട് എന്നെ അറിയുന്നവരുണ്ട്. അപ്പം ഇത് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ മോളെ നീ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് കുറേ ലവ്സ് കിട്ടുന്നുണ്ട്. ഏറ്റവും കുറേ പേര് എനിക്ക് പേഴ്സണലി കുറച്ച് സെലിബ്രിറ്റീസ്, ഞാൻ ഫോളോ ചെയ്യാത്ത കുറച്ച് സെലിബ്രിറ്റീസ് എനിക്ക് മെസ്സേജ് അയച്ചു. They've seen, they're acknowledging it. They are like, we are with you, you're doing good, keep continuing this. Getting a lot of love. Even my family, friends who called to check up on me. ഞാനിവിടെ എൻ്റെ ആക്ടേഴ്സ് ട്രൂത്തിൽ ഒരു പ്ലേൻ്റെ ഭാഗമായി സ്ക്രിപ്റ്റൊക്കെ അടിപൊളി ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. ഐ എം ഗോണ സ്റ്റിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ഐ എം നോട്ട് ഗോണ ലെറ്റ് ഇറ്റ് എഫക്ട് മീ. അപ്പോൾ ചിലരൊന്ന് ചോദിക്കുമായിരിക്കും, ഇത് ഇത്ര എനർജി നിങ്ങൾ കളയണ്ടെങ്കിൽ എന്തിനാണ് സംസാരിക്കുന്നു. എൻ്റെ വ്ളോഗാണ്, എൻ്റെ വീഡിയോ ആണ്, ഞാൻ പറയാം. ചിലപ്പോൾ അവൾ പൂ മേടിച്ചോ. എനിക്കിത് ആക്ച്വലി ഒരു ബിഗ് അച്ചീവ്മെൻ്റ് ആണ്. കാരണം ടു ലവ് യുവർ സെൽഫ് ഇസ് ടു ബി സീൻ ബൈ യുവർ സെൽഫ്, ടു റെസ്പെക്ട് യുവർ സെൽഫ്. ഞാൻ ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കാനുള്ളത്, ആ ഒരു കുട്ടി പാവമാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം അതൊരു പാവമാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു സമയത്ത് എടുത്തൊരു വീഡിയോ, ആ ഒരു ഫോട്ടോഷൂട്ട്, അതാണ് ഇപ്പോഴത്തെ ഇതിൽ ഭയങ്കര പ്രശ്നമായിട്ട് വന്നത്. അപ്പോൾ അത് ആ കുട്ടി തെറ്റാണ്, ആ കുട്ടിക്ക് വന്നിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും നിൽക്കുന്ന ഈ ഒരു വസ്ത്രം ഭയങ്കര സ്വാതന്ത്ര്യമാണ് എന്നുള്ള രീതിയിൽ ഇപ്പോഴും നിൽക്കുന്ന ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് ഇട്ട് നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷന് പോകാൻ പറ്റുമോ? ഷബീനത്ത് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഈ ഒരു ഫോൺ കോളിലൂടെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. ഈ ഒരു ഡ്രസ്സ് നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷന് പോകാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും ചടങ്ങുകളിൽ പോകാൻ പറ്റുമോ? അതുമില്ല. പിന്നെ എന്ത് മോഡലാണ് ഈ ഒരു ഡ്രസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട്, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഈ ഒരു ഡ്രസ്സ് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. പിന്നെ വേണമെങ്കിൽ വല്ല കുളിക്കാൻ പോകുമ്പോഴോ അല്ലാണ്ട് സ്വിമ്മിങ് ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് യൂസ് ചെയ്യും. അല്ലാണ്ട് ഈ ഡ്രസ്സ് കൊണ്ട് എന്ത് ഉപയോഗമാണ്? ഒരു ഉപയോഗവും ഇല്ല. പിന്നെ സമൂഹത്തിൽ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ഡ്രസ്സുകളുടെ ഫോട്ടോസ് ഇടാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത്, ആ ഒരു ദയാ സുജിത്തിനെ ഇനി വിട്ടേക്കുക. ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് പോട്ടെ. ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ ഇതാണ്, പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പം അത് പറഞ്ഞു കൊടുക്കേണ്ട രീതിയായിരുന്നു തെറ്റിപ്പോയത്. പക്ഷേ ഷബീന ഇത് പറയുന്നതിനെക്കാട്ടിലും ബാക്കി കുറച്ച് ആൾക്കാർ ഈ ഒരു വസ്ത്രധാരണത്തിനെ സപ്പോർട്ട് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ അന്തം വിട്ടു പോകേണ്ടത്. ഇത് എന്ത് മനുഷ്യരാണെന്ന് നമ്മൾ ചിന്തിച്ചു പോവാണ്. അങ്ങനെ ചെയ്യുന്നപ്പോഴത്തേക്കാണ് ഞാനൊരു വീഡിയോ കാണേണ്ടത്. എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം നിങ്ങളെയും കൂടി. അപ്പൊ അതിലെന്തൊക്കെയോ ഭയങ്കര അത് അങ്ങനെ നീട്ടണം, ഇതാണ് നമ്മുടെ സ്ത്രീ സ്വാതന്ത്ര്യം, വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തും കൊടുക്കുകയാണ്. നിങ്ങൾ ആര് സപ്പോർട്ട് ചെയ്താലും ആ ഒരു കുട്ടിക്ക് മനസ്സിലായാൽ ആ ഒരു കുട്ടി ആ ഒരു ഡ്രസ്സിന്റെ കാര്യമായിട്ട് നിർത്തും. അല്ലാണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ സമൂഹത്തിൽ ഈ ഡ്രസ്സ് വിട്ട് ഇറങ്ങണമെന്ന് മാത്രം ശാഠ്യം പിടിച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരെ എന്താണ് ഞാൻ ഇവിടെ പറയാനുള്ളത്. ആ വീഡിയോ കണ്ടപ്പോൾ സത്യം ദേഷ്യം വന്നത് കേട്ടോ. അത് അവനവൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ അവനിങ്ങനെ നടത്തിക്കൂ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സമൂഹമാധ്യമങ്ങളിൽ ഇപ്പൊ പല രീതിയിലുള്ള സ്കാംസ് ആണ് നടക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കി കൊടുക്കുക ആ ഒരു കുട്ടിക്ക്. മഞ്ജു പിള്ളയുടെ മകളുടെ ഒരു ഫോട്ടോ കണ്ടു. സത്യത്തിൽ ആ ഫോട്ടോ കണ്ടപ്പോ ആ കുഞ്ഞിനെ, ദയാ സുജിത്ത്, അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഈ നാട്ടുകാരെ കണ്ട് ഭയന്നാണ് ജീവിക്കുന്നത്. നാട്ടുകാരെന്ത് പറയും, സമൂഹം എന്ത് പറയും, നമ്മളൊരു ഡ്രസ്സ് ഇട്ടാൽ, നമ്മളൊരു ഫുഡ് കഴിച്ചാൽ, നമ്മളൊരു യാത്ര പോയാൽ, നമുക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ ഒക്കെ നാട്ടുകാരെന്ത് പറയും എന്ന് ആലോചിച്ച് ജീവിതകാലം മുഴുവൻ നാട്ടുകാരുടെ മുന്നിൽ നല്ല വെള്ള ചമയാൻ വേണ്ടി അല്ലെങ്കിൽ നല്ലതാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. അവർക്കിടയിലൊക്കെ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു മാതൃകയാണ് മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത്ത്. ആ കുഞ്ഞിന്റെ ഒരു ഫോട്ടോ കൊണ്ടു, അതിമനോഹരമായിട്ടുണ്ട്. ആരിനി എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും മുന്നോട്ട് ഇതുപോലെ തന്നെ പോണം. നാട്ടുകാരും എവിടെയെങ്കിലും ഇരുന്ന് വല്ലതുമൊക്കെ വിളിച്ചു പറയുന്ന വല്ലവളുമാരൊന്നും അല്ല നമുക്ക് ചെലവിന് തരുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ അവരവിടെ തടസ്സം പറയുന്നത് എന്നേ ഉള്ളൂ, അല്ലാണ്ട് മൊത്തത്തിൽ ഇങ്ങനെ അടിച്ചമർത്തി ആരെയും വച്ചിട്ടില്ല. പക്ഷെ ഇവരുടെ വാക്കുകൾ മൊത്തത്തിൽ എനിക്ക് നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്നും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതുകൊണ്ട് പൊന്നു പെൺകുട്ടികളെ, നമ്മളെ ഒന്ന് നന്നാക്കാൻ ഒരുത്തികളും വരണ്ട. നമ്മളെ സ്വാതന്ത്ര്യവും നമ്മുടെ ജീവിതവും ഒന്നും ഒരുത്തികളുടെ കയ്യിൽ നമ്മൾ കൊടുത്തിട്ടില്ല. 5 റീച്ച് കിട്ടാൻ വേണ്ടി വല്ലവളും വല്ലയിടത്ത് വരുന്ന എന്തെങ്കിലുമൊക്കെ തെറി വിളിച്ച് നാക്കിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതിന് നമ്മൾ മുഖവിലേക്ക് എടുക്കാനേ വേണ്ട. എവളുടെയൊക്കെ ഉദ്ദേശം വിജയിച്ചു. കാരണം
ഇവളുമാര് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് അലക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് കുറെ പേര് എടുത്തിട്ട് അലക്കി അവർക്ക് കുറച്ച് റീച്ച് കിട്ടി കാണും. പക്ഷെ എന്റെ പൊന്നുമോളെ, ഇങ്ങനെ തന്നെ നീ ധൈര്യമായി മുന്നോട്ട് പോകണം. ഒരുപാട് പേര് നിന്റെ പുറകിലുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ നിനക്കൊപ്പം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ബോധ്യമായ കാര്യമല്ലേ. അതുകൊണ്ട് മഞ്ജു പിള്ളയ്ക്ക് ഒന്നല്ലേ ഉള്ളൂ, എന്തിന് 100 എണ്ണം? ഒരെണ്ണം മതി. നല്ല സൂപ്പർ ആയിട്ടുണ്ട് ആ ഫോട്ടോഷൂട്ട്. ഇനിയും ഇതുപോലെയുള്ളതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. നാട്ടുകാര് സമൂഹത്തിനോടൊക്കെ പോയി പണി നോക്കാൻ പറ. നമുക്ക് എന്താണോ ഇഷ്ടം അത് നമ്മൾ ചെയ്യും. ഇനി ആരെന്തൊക്കെ ഏവളൊക്കെ എവിടെ കിടന്ന് തിളച്ചാലും നമുക്ക് ചെയ്യാനുള്ളത് നമ്മളങ്ങ് ചെയ്യും. കൂടുതൽ പതിവ്രതകളും നാളുകളെ നന്നാക്കി അടങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുത്തികളും വേണ്ട. അവനവന്റെ വ്യക്തി സ്വാതന്ത്ര്യം അത് അവനവന്റെ കയ്യിലാണ്. അത് ഒരുത്തികളും അങ്ങ് വിലക്കെടുക്കാൻ വരണ്ട. വന്നാലൊട്ട് വില പോകത്തുമില്ല. എന്ത് കണ്ടിട്ടാണ് ആ ഒരു വസ്ത്രത്തെ ഇത്ര ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊട്ട് എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുമോ? ഇവരതെന്താ ചിന്തിക്കാത്തത്? ആ ഒരു കുട്ടിക്ക് നല്ലത് പറഞ്ഞു കൊടുക്കില്ല. നിങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയ, നമ്മുടെ ഇപ്പോഴത്തെ കാലത്തുള്ള സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ വസ്ത്രങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കണ്ട. അത് നിങ്ങൾ ഇട്ടോ എന്ന്. സ്വന്തം വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ സമ്മതിക്കോ? ഒരിക്കലും ഇല്ല. സ്വന്തം വീട്ടിൽ പറയത്ത് പോലും ഇല്ല. അവിടെ ഇടുമ്പോഴത്തേക്ക് അത് ചെയ് ഇത് ചെയ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നത് ഈ വസ്ത്രത്തെ മാത്രം ന്യായീകരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഈ ഒരു വസ്ത്രത്തെ ന്യായീകരിക്കുന്നില്ല, അന്നും ഇന്നും ന്യായീകരിക്കത്തില്ല. കാരണം അത് വളരെ തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ്. സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയാ, ഇപ്പോഴത്തെ കാലം അങ്ങനത്തെ കാലമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഇവർക്കൊക്കെ പുറമെ നിന്ന് ഇവർക്കൊക്കെ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. നമ്മൾ പുറകെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ടോളൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവരുണ്ട്. പക്ഷെ ആരുമില്ല, താങ്ങായിട്ട് ആരും കാണത്തില്ല. സ്വന്തം അമ്മയും അച്ഛനും മാത്രമേ കാണത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. ഈ കൂടെ പറയുന്ന ഒരു വ്യക്തികളും എന്തെങ്കിലും ഒരു സംഭവം വന്ന് നോക്കിയേ, കാണത്തില്ല. അതാണ് നഗ്നസത്യം. ഇവരാരും കാണത്തില്ല. ഇവര് ഇപ്പൊ വെക്കുന്നിടത്ത് പറയും നിന്റെ പുറകെ ഞങ്ങളുണ്ട്, നിങ്ങൾ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പുറകെ നിൽക്കും. പക്ഷെ കാണത്തില്ല. അത് തിരിച്ചറിയണമെങ്കിൽ കുറച്ച് നാളും കൂടി കഴിയണം. എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ അറിയാം ഇവരുടെയൊക്കെ തനി സ്വഭാവങ്ങൾ പുറത്തേക്ക് വരുന്നത്. ആൾക്കാർ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സപ്പോർട്ട് ചെയ്യാം, പക്ഷെ അത് ആ ഒരു മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ കാലം ഇങ്ങനത്തെയാണ്. അപ്പൊ അതാദ്യം മനസ്സിലാക്കുക. കാരണം ഇപ്പൊ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരുടെ പോലും ഫോട്ടോസ് എടുത്ത് മോർഫ് ചെയ്തിടുന്ന കാലഘട്ടമാണ്. അപ്പം ഇതുപോലെയൊക്കെ ഉള്ള ഒരു ഫോട്ടോസ് ഒക്കെ കിട്ടിയാൽ എന്ത് എളുപ്പത്തിൽ അവർക്ക് മോർഫ് ചെയ്യാനൊക്കെ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, അതൊക്കെ ചിന്തിക്കും. എല്ലാം വന്നു കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ എന്തായാലും ആ ഒരു കുട്ടിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ. ഇനി ആ ഒരു കുട്ടിയെ മാക്സിമം പിന്തുടരാണ്ടിരിക്കുക. ആ ഒരു കുട്ടി ആ കുട്ടിയുടെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുണിയൂരി കാണിക്കുമ്പോൾ നമ്മൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനത നിങ്ങൾ ആണുങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ മുന്നിൽ തുണിയില്ലാതെ നിങ്ങൾ ഈ കാണിക്കുന്ന പെർഫോമൻസ് റോങ്. നിങ്ങൾ നിങ്ങളെ മെറ്റീരിയലൈസ് ചെയ്യരുത്. ഞാനൊരു മെറ്റീരിയൽ അല്ല, ഐ ആം നോട്ട് എ സെക്സ് ടൂൾ എന്നാണ് പറഞ്ഞത്. അത് ബോധമുള്ളവർക്ക് മനസ്സിലാക്കും. ബോധമില്ലാത്തവരെന്ത് പറയും? എന്റെ മോളുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തിയോ, വിടില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നിന്റെ മോളുടെ സ്വാതന്ത്ര്യം നിന്റെ മോളുടെ ഒരു ലെവൽ വരെയുള്ളൂ. അതിനിപ്പുറത്തോട്ട് വന്നാൽ ന്യൂഡിറ്റിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ചാനൽ എന്റേതല്ല പൂട്ടപ്പെടുന്ന ചാനൽ, പൂട്ടിയ ചാനലുകളും ന്യൂഡിറ്റി പ്രദർശിപ്പിച്ച ചാനലുകളാണ്. ഇപ്പോൾ തൊപ്പിയുടെ ചാനൽ പൂട്ടി. അവന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കത്തിവെപ്പൊന്നുമല്ല. അവൻ കൊണ്ടുവന്ന് കാണിച്ചത് ഒരു വൃത്തികെട്ട സാധനമാണ്. അതാണ് അവന്റെ ചാനൽ പോകാനുള്ള കാരണം. ആ ചാനൽ പോയാലും അവൻ അടുത്ത ചാനൽ തുടങ്ങാനുള്ള ഇതുണ്ട്. അതൊന്നും ആർക്കും വിലക്കാനും നിഷേധിക്കാനും പറ്റത്തില്ല. മണ്ടത്തരങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ആ മണ്ടത്തരങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ചോദിക്കരുത്. സ്പെഷ്യലി എൻ്റെ വ്യൂവേഴ്സ് ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒരു ഇല്ലീഗൽ ഇമ്മോറൽ സൈഡുള്ള ആളല്ല. എന്നെ തീവ്രവാദി, മാവോയിസ്റ്റ്, പെൺവാണിപ്പക്കാരി, സ്പൈ, ചാനവരിത എന്ന് വേണ്ട സർവത്രം പറഞ്ഞാലും ഞാനിവിടെ സ്ട്രെങ്താ നിൽക്കുന്നതിൻ്റെ കാരണം ഞാൻ ഇതിനകത്തൊന്നും ഇല്ല. അവരിനിയിപ്പോൾ തലകുത്തി മറിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു സംഗതിയിൽ എന്നെ കിട്ടില്ല. അതെനിക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ആസ് യൂഷ്വൽ ഇപ്പം എല്ലാവരും പറയണക്ക് ഞാൻ ആ ഒരു ഇമോഷൻ ഇത്തിരി ഹൈപ്പിലായിപ്പോയി. അപ്പോഴും കയറി നല്ല രണ്ടങ്ങ് കൊടുത്തു. എനിക്ക് അതിനകത്ത് വലിയ അപ്പൊ അന്ന് ആ ഒരു സമയത്ത് എന്തോ വിഷമിച്ചിരുന്ന സമയത്ത് എടുത്തൊരു പോസ്റ്റ് ആണെന്നാണ് ആ ഒരു കുട്ടി പറയുന്നത്. അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുമാതിരി തോന്നി കേട്ടോ, സത്യം. ബാക്കി വീഡിയോസ് അല്ല. പിന്നെ ഷബീന ഇത്തയുടെ കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചുറ്റുമുണ്ട്. അവർക്കൊരു അവസരമായിട്ടുണ്ട്. അത് ഷബീന ഇത്ത പറഞ്ഞത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് പറയേണ്ട രീതിയിൽ നമുക്ക് പറയാം, ന്യായമായിട്ടും ബഹുമാനത്തോടെയും പറയാം. നമ്മളെ ഇന്നതുപോലെയാണ് കാര്യം, ഇങ്ങനത്തെ ഡ്രസ്സ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. കാരണം നമുക്കത് ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണെന്ന് പറയാം, അത് ഓക്കെ ശരിയാണ്. പക്ഷെ പറഞ്ഞ രീതി
വ്യത്യസ്തമാണ്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഞാൻ ദുരുദ്ദേശമായിട്ടൊന്ന് കൂട്ടിച്ചേർത്തതല്ല. അവർ പറഞ്ഞതിൽ അവർ ഭയങ്കര സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞതിൽ 2 വാക്ക് പറയണമെന്ന് തോന്നി. വേറൊന്നുമല്ല, നമ്മൾ ഈ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യും, പക്ഷെ കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ അവർ ഈ സോഷ്യൽ മീഡിയ ആണ് സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ താഴെ എടുത്തിടും. അങ്ങനത്തെ കാലമാണ്. അപ്പോൾ അതാദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോ കൊണ്ടുവന്ന് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം.